അല്ലെ പുതിയ വീഡിയോയിലേക്ക് വേണ്ടി ഞാനിപ്പോൾ പാലക്കാട് പെരുമ്പ് മന്ദത്താവ് റോഡിലുള്ള ദീപ യൂസർ കാർ ഷോറൂമാണ്. ഈ ഷോറൂമിനെ കുറിച്ച് പറഞ്ഞ ആവശ്യം നമ്മൾ ഒരുപാട് ഷോറൂം ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വാഹനങ്ങൾ എല്ലാം ഫുൾ ഓണിൽ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡീസൽ ആയിക്കോട്ടെ പെട്രോൾ ആയിക്കോട്ടെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ചെറിയ കിലോമീറ്റർ ഓടിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങൾ. അവിടുത്തെ കുറച്ച് വിശേഷം നിങ്ങളും കൂടെ അറിഞ്ഞല്ലോ. ബാ നല്ല റെസ്പോൺസാ ആൾക്കാർക്ക് ഭയങ്കര അഭിപ്രായം. എവിടെ നിന്നൊക്കെ വണ്ടി വന്നെടുത്തു? നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആൾക്കാർ കോൺടാക്ട്സ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം പുതിയ സ്റ്റോക്കുകളാണ്. പുതിയ സ്റ്റോക്ക്. നമ്മുടെ ആദ്യ വാഹനം അതാ, ഇത് നമ്മുടെ ടിയാഗോ 2018 മോഡല് എക്സെഡ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. എക്സെഡ് ഫുൾ ഓപ്ഷൻ ആണ്. ടയേഴ്സ് ഒക്കെ 90% ഒന്നും നോക്കണ്ട. റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. റീപ്ലേസ് ഒന്നും. എത്ര കിലോമീറ്റർ ഓടിയില്ലേ? ഇത് 94,000 കിലോ. കാരണം കസ്റ്റമർ വൃത്തിയെന്ന് വെച്ചാൽ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. കസ്റ്റമർ വൃത്തിയെന്ന് വെച്ചിട്ട് ഫോർമാറ്റ് എല്ലാം ചെയ്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയത്തിന് വാങ്ങണം വെച്ചിട്ടുണ്ട്. ഒന്നും ആവശ്യമില്ല. കാരണം നോക്കുള്ളൂ, വണ്ടി കാണാൻ തന്നെ നല്ല ഭംഗി. ടിയാനെ കുറിച്ച് കസ്റ്റമർക്ക് പറഞ്ഞ ആവശ്യമില്ല. കാരണം അത്യാവശ്യം നല്ല സെയിലായിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്. അതും നമ്മൾ അലേവിയിലുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ എയർ ബാഗ് കേട്ടോ. എയർ ബാഗ് സിസ്റ്റം ഉണ്ട്. ഫുൾ ഓപ്ഷനിൽ എയർ ബാഗ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. റീപ്ലേസ് ഒന്നുമില്ല. ഇവിടെ ചെറിയൊരു ഇതുണ്ട്. പ്രൈസ് എത്രയാ? ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഫിക്സ് ആണ്. 92,95 കൊടുക്കാം. ഫുൾ ലോണിൽ കൊടുക്കാം. 295. 1 രൂപ കയ്യിൽ വേണ്ട. ഒന്നും വേണ്ട. 1 രൂപ കയ്യിൽ വേണ്ട. 2,90,000 രൂപയാണ് ലാസ്റ്റ് പ്രൈസ് ആണ്. നെഗോഷ്യബിൾ അല്ല. കാരണം നമ്മൾ ചെറിയ ബഡ്ജറ്റിലാണ് കുറച്ച് കൊടുക്കുന്നത് അല്ലേ? ചെറിയ രീതിയിൽ എന്തെങ്കിലും കുറയ്ക്കാം. നമുക്ക് ഫുൾ ലോണിൽ നമുക്ക് നല്ലൊരു ടിയാഗോ 2018 വാഹനം നമുക്ക് സ്വന്തം കേട്ടോ. അപ്പോൾ അടുത്തത് നിങ്ങൾ കുറഞ്ഞ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് അല്ലേ? കുറഞ്ഞ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് അന്വേഷിക്കുന്നവരാണെങ്കിൽ അല്ലേ? ഇത് നിസാന്റെ മൈക്ര 2014 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? ടയേഴ്സ് ഒക്കെ 90% ടയേഴ്സ് ഉണ്ട്. അതൊന്നും നോക്കണ്ട ആവശ്യമില്ല. എല്ലാം സർവീസ് എല്ലാം പക്കാണ്. ഇന്ത്യയിൽ കാണിച്ചത് ഓട്ടോമാറ്റിക് ആണ് വാഹനം. ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ധൈര്യത്തോടെ കൊണ്ടുപോയിക്കോളൂ. ഒരു പ്രശ്നമില്ല. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. അതേമാതിരി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വാഹനം. നീറ്റായി തന്നെ കസ്റ്റമർ വെച്ച വാഹനമാണ്. നോക്കോളൂ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഇത് 2014 മോഡല്. സിംഗിൾ ഓണറാണ്. 2014 സിംഗിൾ ഓണർ. XP ആണ്. ഏറ്റവും ടോപ്പിന്റെ മോഡലാണ്. കീലെസ് സെന്റർ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നതാണ്. എല്ലാം വരുന്നതാണ്. ചെറിയൊരു ബമ്പറിൽ ടച്ചപ്പ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഓപ്പൺ ആയിട്ട് കസ്റ്റമറിനോട് പറയുന്നത്. ഫ്രണ്ടിൽ ബമ്പറിൽ ടച്ചപ്പ് ഉണ്ട്. കാരണം ഫൈബർ ആയതുകൊണ്ട് എന്തായാലും ചെറിയ ഇതൊക്കെ വരും. അത് മാത്രമല്ല ബോഡി പ്രശ്നമൊന്നും ഇല്ലല്ലോ. എഞ്ചിൻ ഭാഗമെല്ലാം കൊണ്ടല്ലേ? എഞ്ചിനൊക്കെ പെർഫെക്റ്റ്. പ്രൈസ് എന്താ? ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് തന്നെ പറയാം. 2,35 നമുക്ക് കൊടുക്കാം. 2,30,000 ധൈര്യത്തോടെ കൊണ്ടുപോയി. ഓട്ടോമാറ്റിക് വാഹനത്തിന് മൈലേജ് എത്ര വാഹനം വരും? മൈലേജ് 15 to 18 വരെ. ഹൈവേയിൽ 18 വരെ. 15 ധൈര്യത്തോടെ കൊണ്ടുപോകും അല്ലേ? ഓട്ടോമാറ്റിക് വാഹനമാണ്. ലേഡീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വാഹനങ്ങളാണ് ഓട്ടോമാറ്റിക് വാഹനം. അതും ചെറിയ ബഡ്ജറ്റ് അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു നിസാന്റെ അത് കേരള വണ്ടിയാണ്. ഓപ്ഷൻ ഉള്ള ഒരു അല്ലേ? ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അത് അലവിലുണ്ട്. ടയേഴ്സ് ഉണ്ട്. ഒന്നും നോക്കേണ്ട. സർവീസ് എല്ലാം മേജർ സർവീസ് എല്ലാം കഴിഞ്ഞാൽ നീറ്റ് വണ്ടിയാണ്. അപ്പൊ നിസാന്റെ ആസ്കിംഗ് പ്രൈസ് വന്ന് 2,30,000 അല്ലേ? 2,30,000. നമുക്ക് ലോൺ എത്ര വരും? ലോൺ പ്രൊഫൈൽ ഒക്കെ ഫുള്ള് കയറും. പ്രൊഫൈൽ ഒക്കെ ഫുള്ള് കയറും. പ്രൊഫൈൽ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആധാറും പാനും മാത്രം അയച്ചു കൊടുത്താൽ ബാക്കി ഡീറ്റെയിൽ മുഴുവൻ അല്ലേ രാമസേട്ടാ എല്ലാം ചെയ്ത് തരാം. എവിടെ നിന്നാണ്? കേരളത്തിൽ എവിടെയാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളാൻ. ആധാരം പാൻ അയച്ചു കൊടുക്കുക. ഡീറ്റെയിൽ എല്ലാം ലോൺ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ലോണിൽ തന്നെ വാഹനം നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ. അടുത്തൊരു വാഗണർ കേട്ടോ. വാഗണർ 2-3 കസ്റ്റമർ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ന്യൂ ടൈപ്പ് വേണമെന്ന് പറഞ്ഞ് 2-3 കോൺടാക്ട് ഉണ്ട്. എത്രയാണ് മോഡൽ? ഇത് 2019 മോഡല്. 2019 അല്ലേ? സെക്കൻഡ് ഓണർ ആണ്. VXI 1 ലിറ്റർ ആണ്. 1000 cc VXI വരുന്നതാണ്. ഫോഗ് ലാമ്പ് ഒക്കെ കമ്പനി ചെയ്താണ് അതെല്ലാം വരുന്നത്. എല്ലാം കമ്പനിയിൽ വരുന്ന വാഹന ലാമ്പാണ്. ടയേഴ്സ് ഒന്നും നോക്കണ്ട. ഫുൾ കട്ട് ചെയ്യുന്നതാ. MRFന്റെ ടയേഴ്സ് ആണ്. ഇന്ത്യയിൽ കാണിച്ചുതരാം. LED ഒക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല എയർ ബാഗ്, ഫോർമാറ്റ് എല്ലാം നീറ്റ്. കസ്റ്റമർ നീറ്റായി വെച്ച വാഹനമാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമുക്ക് വണ്ടി ക്ലീൻ പീസ് വണ്ടിയാണ്. അതിൽ ഒരു രക്ഷയില്ല. 2019 ഓൺഷിപ്പ് എത്ര വരുന്നുണ്ട്? സെക്കൻഡ് ഓണർ. എയർ ബാഗ് വരുന്നുണ്ട്. LED സ്ക്രീൻ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോർമാറ്റ്, സീറ്റ് കവർ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. ടയേഴ്സ് നോക്കേണ്ടതാ. ടയേഴ്സും ഫുൾ കട്ട് ചെയ്യണം. 4 ഫുൾ കട്ട് ചെയ്യണം. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് എത്ര കിലോമീറ്റർ ഓടി? 65,000 കിലോമീറ്റർ. ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് 4,05,000 രൂപയ്ക്ക് കൊടുക്കാം. 4,05,000 രൂപയ്ക്ക് നമുക്ക് നല്ലൊരു 2018
19 സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 65,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഇതിന് ലോൺ എത്ര കയറും? ഓൾമോസ്റ്റ് ഫുൾ തന്നെ കയറും. ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് കയറും. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് പ്രൊഫൈലിനനുസരിച്ചിട്ട് ലോൺ കിട്ടും. നിങ്ങൾ ഫുൾ ഡീറ്റെയിൽ ഇതേമാതിരി പറഞ്ഞ മാതിരി ആധാറും പാനും അയച്ചു കൊടുക്കും. ഫുൾ ലോൺ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഡിസ്പ്ലേ കാണാൻ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. ഫുൾ ലോണിനുള്ള സൗകര്യം നമ്മുടെ രാമാസേട്ടൻ ചെയ്ത് തരണം കേട്ടോ. ഇതൊരു കേട്ടനാണ്. കേട്ടിട്ട് എത്രയും പോകും? കേട്ടൻ 2010 ലാസ്റ്റ് 2 മാസമായിട്ടുള്ളൂ പേപ്പർ എടുത്തിട്ട്. പുതിയ ടെസ്റ്റ് 5 കൊല്ലത്തേക്ക് ഒന്നും നോക്കണ്ട. ഇൻഷുറൻസ് എല്ലാം പക്കാണ്. ഇൻഷുറൻസ് പുതിയതാണ്. ഓക്കെ, ഒന്നും നോക്കാനില്ല, ഒന്നും ചെയ്യാനില്ല. ഇൻഷുറൻസ് എല്ലാം ടെസ്റ്റ് എല്ലാം കാണിച്ച്, ടെസ്റ്റ് കാണിച്ചാൽ തന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം നീറ്റായി തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് നീറ്റായിരിക്കും വാഹനം നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റി ടയേഴ്സ് ഉണ്ട്. 90% ടയേഴ്സ് ഉണ്ട്. ഓൾട്ടോ കേട്ടൻ. ഇതിന്റെ മോഡൽ പറഞ്ഞത് 2010 പുതിയ പേപ്പർ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 72,000 ഓടി. 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയേഴ്സും നോക്കേണ്ട ആവശ്യമില്ല. പെട്രോൾ അടിച്ച് ഓടുക. ടെസ്റ്റ് എല്ലാം കാണിച്ചു. 5 കൊല്ലത്തേക്ക് ഒന്നും തന്നെ നോക്കണം. ഒറ്റ രൂപയുടെ പണിയില്ല. 1 രൂപയുടെ പണിയില്ല. ധൈര്യത്തോടെ കൊണ്ടുപോകുക. ആശംസിച്ചില്ല. ഇത് നമുക്ക് 1,40,000. 1,40,000 രൂപയ്ക്ക് നിങ്ങൾ 2010 ഓൾട്ടോ കേട്ടന് 1000 cc ചെലുത്ത് വരിക. 1000 cc ആണ്. സാധാ ഓൾട്ടോ ആണ് പൈസ ഉണ്ടെങ്കിലേ പുതിയ പേപ്പറിലുള്ള ഓൾട്ടോ നിങ്ങൾക്ക് കേട്ടൻ സ്വന്തമാക്കട്ടോ. അടുത്തൊരു സെൻ എക്സ്റ്റിലോ ആണ്. എത്ര മോഡല്? ഇത് 2010 ആണ്. 2010 പുതിയ പേപ്പർ. 2010 പുതിയ പേപ്പർ. ഇതിന്റെ മെയിൻ പറഞ്ഞാൽ ഫാൻസി 15 ഫാൻസി നമ്പറാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് ഇല്ല. ഇത് നമുക്ക് 1,25,000 രൂപയ്ക്ക് കൊടുക്കും. 1,25,000 രൂപയ്ക്ക് നമുക്ക് സെൻ എക്സിലോ നോക്കാം. ടയറൊന്നും നോക്കണ്ട. എല്ലാം സീറ്റ് കവർ പഴയ കമ്പനി സീറ്റാണ്. നമ്മൾ പുതിയ സീറ്റ് കവർ അടിച്ച് പോളിഷ് വൃത്തിയാക്കി. ഓക്കെ, ഇതിലൊരു പ്രത്യേകത വെച്ചാൽ നിങ്ങൾ ഈ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി നമ്മൾ പുതിയ സീറ്റ് കവറൊക്കെ അടിച്ചില്ലേ, സീറ്റ് കവറൊക്കെ അടിച്ച് വൃത്തിയാക്കുന്നതിന് ആസ്കിംഗ് പ്രൈസ് 1,25,000 നല്ലൊരു സെൻ എക്സിലോ സ്വന്തമാക്കാം. ഫാൻസി നമ്പറാണ്. വീണ്ടും ഒരു വാഗണറാണ്. വാഗണർ എത്ര മോഡൽ? ഇത് 2016 VXi. 2016 VXi സിംഗിൾ ഓണർ. 2016 VXi സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ടയേഴ്സ് എല്ലാം നോക്കണ്ട, എല്ലാം പക്കാണ്. ഇന്ത്യയിലും സീറ്റും കസ്റ്റമറൊക്കെ സീറ്റൊക്കെ അപ്പോഴ്സ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല വൃത്തിയായി വെക്കുന്നത്. ഇതിന്റെ കിലോമീറ്റർ എത്ര ഓടിയില്ല? ഇത് 1,00,000 കിലോമീറ്റർ. 1,00,000 അടുത്ത് ഓടിയിട്ടുണ്ട്. 1,00,000 അടുത്ത് ഓടിയിട്ടുണ്ട്. വണ്ടി നീറ്റ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ബാക്ക് വൈപ്പർ എല്ലാം വരുന്ന VXi മോഡൽ വരുന്ന വാഹനമാണ്. അത്യാവശ്യം നല്ല നീറ്റ് ടയേഴ്സൊക്കെ 70% ടയേഴ്സ് ഒന്നും നോക്കണം. വെച്ചാൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. 1,00,000 കിലോമീറ്റർ ഒന്നും തന്നെ ഇല്ല. കാരണം 1000 വാഹനം മിനിമം 3 ലക്ഷം ഒക്കെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സർവീസ് ഒക്കെ പക്കാണ്. സർവീസ് ഇത് നമുക്ക് 2,95,000 കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കും. മോഡൽ എത്ര? 2016 VXi. 2016 VXi 2,95,000 രൂപയാണ്. പ്രൊഫൈൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോൺ 1 രൂപ പേയ്മെന്റ് ചെയ്യേണ്ട. ഫുൾ ലോണിൽ നിങ്ങൾക്ക് വാഹനം ഇവിടെ നിന്ന് കൊണ്ടുപോകട്ടോ. അടുത്ത വീണ്ടും ഡാക്സന്റെ 2 വാഹനം വന്നിട്ടുണ്ട് കേട്ടോ. ഡാക്സൺ 2 വാഹനം വന്നിട്ടുണ്ട്. നല്ല മൈലുള്ള വാഹനമാണ്. ഡാക്സൺ അറിയുന്നവർക്ക് അറിയാം. ഇതിന്റെ മോഡൽ എത്ര? ഇത് 2019 മോഡല് ഫുൾ ഓപ്ഷൻ തന്നെയാണ്. 2019 ഫുൾ ഓപ്ഷൻ 1 ലിറ്റർ ആണ്. 1000 cc. 1000 cc 1 ലിറ്റർ ആണ്. 19 ലാസ്റ്റ് ആണ് മോഡല്. സെക്കൻഡ് ഓണർ. 54,000 എല്ലാം നീറ്റ് സീറ്റൊക്കെ നല്ല നീറ്റ്. 54,000 കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. എന്ത് വിലയാ? ഇത് നമുക്ക് 1,85,000 ഫുൾ ലോൺ കൊടുക്കും. 1,85,000. മോഡൽ എത്ര പറഞ്ഞു? 2019 ലാസ്റ്റ്. 2019 ലാസ്റ്റ് നിങ്ങൾക്ക് ഫുൾ ലോണിൽ വാഹനം കൊണ്ടുപോകട്ടോ. വീണ്ടും ഒരു ഡാക്സിന്റെ റെഡിഗോ ഉണ്ട്. റെഡിഗോ എത്ര മോഡൽ? റെഡിഗോ 2016 മോഡൽ. 2016 800 cc ആണ്. സിംഗിൾ ഓണർ. 2016 800 cc സിംഗിൾ ഓണറാണ്. ടയേഴ്സൊക്കെ നോക്കുള്ളൂ. 4 ടയറും 90% സീറ്റൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനമാണ് നോക്കുള്ളൂ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 90,000 സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പിൽ 90,000 കിലോമീറ്റർ റെഡിഗോ ആണ്. ബ്രാസ്റ്റിംഗ് പ്രൈസ് ഇല്ല. ഇത് 1,30,000. 1,30,000 നല്ലൊരു ടാക്സിന്റെ സ്വന്തമാക്കാം. ചെറിയൊരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വാഹനമാണ്. മോഡൽ കൂടിയ വാഹനമാണ്. ലോൺ കിട്ടും. പിന്നെ എത്ര ലോൺ കിട്ടും? ലോൺ ഫുൾ ലോൺ കൊടുക്കും. 1,30,000 അല്ലേ? 1,30,000 പറയുമ്പോൾ നിങ്ങൾക്ക് 1 രൂപ ചിലവില്ല. കാരണം ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഈ ഡാക്സിൻ്റെ റെഡിയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. പിന്നെ ഒരു ചെറിയ ബഡ്ജറ്റിൽ മാരുതി ഓട്ടിപ്പടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ കോൺടാക്ട് ചെയ്തോളും. മാരുതി വന്നിട്ടുണ്ട്. എത്ര മോഡൽ? ഇത് 2003 ഡിസംബർ ആണ്. പേപ്പറോ? 28 ഡിസംബർ വരെ ടാക്സും ടെസ്റ്റും ഉണ്ട്. 6 മാസം ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഉണ്ട്. ടാക്സ് 2028 വരെ ഉണ്ട്. 2028 വരെ പേപ്പർ ഉണ്ട്. അതേപോലെ ഇൻഷുറൻസ് ഇനി 6 മാസം ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. AC ഉള്ള വണ്ടിയാണത്. AC ഉള്ള വണ്ടി. ഇതിൽ AC ഇല്ല. ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ പറ്റിയ വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ്. നമ്മളിതിന് ബോഡി എല്ലാം നല്ല അത്യാവശ്യം വൈറ്റ് സ്മോക്ക് വരുന്നുണ്ട്. നമുക്കിത് ഓടിച്ച് പഠിക്കാനുള്ള ബെറ്റർ ആണ്. നമ്മുടെ ഈ ലോക്കലിലുള്ള വലിയ നഷ്ടമൊന്നും വരില്ല. ഇതിന്റെ പ്രൈസ് ഇത് നമുക്ക് നിസ്സാര പൈസ 28 രൂപ കൊടുക്കും. വെറും 28,000 രൂപയ്ക്ക് നല്ലൊരു മോഡൽ പേപ്പർ ഉണ്ട്. 2028 വരെ പേപ്പർ ഉണ്ട്. അതേമാതിരി
ഇൻഷുറൻസ് 6 മാസം കൊണ്ട് എല്ലാം പക്കാണ്. പെയിന്റ് പാച്ചുകൾ അങ്ങനെയൊന്നും ഇല്ല, പാച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പറയാം, വൈറ്റ് സ്മോക്ക് ഉണ്ട്. വണ്ടി ഓടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വണ്ടി ഓടും, വണ്ടി നിൽക്കൊന്നുമില്ല, അടിവഴി നിൽക്കൊന്നുമില്ല. ഇതിൽ ചെറിയ ബഡ്ജറ്റിൽ ഒരു വെറും 28,000 രൂപയ്ക്ക് നിങ്ങൾ ഒരു മാരുതി 2003 മോഡൽ അല്ലേ? 2003 ഡിസംബറാണ്. അതല്ലാതെ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പിലാണ് കേട്ടോ. സിംഗിൾ ഓൺഷിപ്പിൽ കിട്ടാൻ തന്നെ റയറാണ്. വണ്ടി എടുത്ത് പണിയെടുത്താലും കുഴപ്പമില്ല, കാരണം സിംഗിൾ ഓണർ വണ്ടി കിട്ടാൻ റയറാണ്. സിംഗിൾ ഓണർ ആയിരുന്നു, ഇപ്പൊ എന്റെ പേരിലേക്ക് മാറ്റി സെക്കൻഡ് ഓണറാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇപ്പൊ മാറിയിട്ടേ ഉള്ളൂ. അടുത്തൊരു ഹോണ്ട ജാസ്. 2015 ഡിസംബർ മോഡലാണ്, സിംഗിൾ ഓണർ വണ്ടി. 2015 ഡിസംബർ ഡീസൽ വണ്ടി. ഡീസൽ ഫുൾ ഓപ്ഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് എയർ ബാഗ് വരുന്ന വാഹനം, 2 എയർ ബാഗ് വരുന്നുണ്ട്. ജാസിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല യാത്ര സുഖം, ഹോണ്ടൻ്റെ വണ്ടി നല്ല സുഖം തന്നെയാണ് ഓട്ടാൻ. ഡീസൽ വണ്ടിക്ക് 10-22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനമാണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള വാഹനം. ടയേഴ്സും 70% ടയേഴ്സ് ഉണ്ട്. അത്യാവശ്യം ബോഡി പ്രശ്നമൊന്നുമില്ലല്ലോ, റെഡി ടു യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് തരാം. ഇത് നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം, 385 കൊടുക്കാം. 3,85,000 മോഡൽ പറഞ്ഞത് 2015 ഡിസംബർ മോഡൽ സിംഗിൾ ഓണർ. നമുക്ക് ലോൺ എത്ര വരും? ഒരു വേണ്ട, ഫുൾ ലോൺ ചെയ്യും. ഫുൾ ലോൺ 3,85,000 വന്നു. ലോൺ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ IDV കൂടുതലോ? അപ്പോൾ 3,85,000 ആസ്കിംഗ് പ്രൈസ്. 85,000 രൂപയ്ക്ക് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. 3,85,000 രൂപ ആസ്കിംഗ് പ്രൈസ് പറയുന്നത്. നമുക്ക് ഫുൾ ലോൺ, നിങ്ങൾക്ക് 1 രൂപ പേയ്മെന്റ് വേണ്ട. പ്രൊഫൈൽ ആധാരം ബാനോ അയച്ചാൽ ഫുൾ ഡീറ്റെയിൽ അയച്ചാൽ ഫുൾ ലോൺ. നമുക്ക് ജാസിന് റീവണ്ടിക്ക് തന്നെ 4 ലക്ഷം രൂപ കൊടുക്കും. റീവണ്ടി നല്ല മൈലേജ് 10-22 കിലോമീറ്റർ 26 കിലോമീറ്റർ മൈലേജ് കിട്ടും. അത് അറിയാം, ഹോണ്ടനെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം അല്ലേ മൈലേജിന്റെ കാര്യം. മൈലേജ് 25 കൺഫേം. ഡീസൽ വണ്ടിയാണ്, ഓടിക്കാൻ നല്ല സുഖമാണ്. AC എല്ലാം പക്ക ചിൽഡ് AC ആണ്. ഒരു രക്ഷയില്ലാത്ത വാഹനം, റെഡി ടു യൂസ് ആണ്. ഫുൾ ലോണ്. ഓൺഷിപ്പ് എത്ര പറഞ്ഞ? സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണ്. 0 ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ വാഹനമാണ് കേട്ടോ. അടുത്തൊരു സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് എത്ര മോഡൽ? സ്വിഫ്റ്റ് 2010 മോഡലിൽ പുതിയ പേപ്പർ. 2010 പുതിയ പേപ്പർ, ആലത്തൂർ രജിസ്ട്രേഷൻ വരുന്നതാണ്. അത്യാവശ്യം ഡീസൽ വാഹനമാണ്. ഡീസൽ വാഹനം സ്വിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല. ടയേഴ്സ് പക്ക ഫുൾ ടയർ, കട്ട ടയറുണ്ട്, 4 ടയറും പക്കാണ്. ഡീസൽ വാഹനം. നോക്കൂ, ഫോർമാറ്റ്, അത്യാവശ്യം സീറ്റ് എല്ലാം തന്നെ നല്ല വൃത്തിയുണ്ട്. 2010 ആണെങ്കിലും നല്ല വൃത്തിയത്തിന് വെച്ചിട്ടുണ്ട്. ഡോക്ടർ ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വീഡിയോയാണ്. 10-22 കിലോമീറ്റർ മൈലേജ് കിട്ടും. ടയേഴ്സും ഉണ്ട്, നല്ല നീറ്റായി തന്നെ കസ്റ്റമർ വെച്ചിട്ടുണ്ട്. 2010 പുതിയ പേപ്പർ അല്ലേ? പുതിയ പേപ്പർ, പുതിയ ഇൻഷുറൻസ് ഒന്നും നോക്കണം. പക്ഷേ ദ്രാക്ഷൻ പ്രൈസ് എത്ര? നമുക്ക് എന്ത് വില കൊടുക്കാം നിങ്ങൾ പറയും. 2010 എന്ത് വിലയ്ക്ക് കൊടുക്കാം? ലാസ്റ്റ് 1,50,000 കൊടുക്കാൻ പറ്റുമോ? 1,50,000 വേണ്ട, നമുക്കൊരു 1,70,000 കൊടുക്കാം. 1,70,000. 1,70,000 നമ്മൾ 1,50,000 പറഞ്ഞു. 1,70,000 രൂപയ്ക്ക് 2010 പുതിയ പേപ്പർ, ആലത്തൂർ രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന സ്വിഫ്റ്റ് 10-22 കിലോമീറ്റർ മൈലേജ് കിട്ടും. അതും ആലത്തൂർ രജിസ്ട്രേഷൻ വരുന്നതാണ്. ഞാൻ 1,50,000 പറഞ്ഞു. മൂപ്പര് 1,70,000 ഈ വാഹനം വീട്ടിൽ കൊണ്ടുപോകാം. പേപ്പർ, ഇൻഷുറൻസ് എല്ലാം ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ വാഹനവും. ടയേഴ്സ് ഉണ്ട്, എഞ്ചിൻ മാർക്കും ഗുഡല്ലേ? എല്ലാം ഗുഡാണ്. AC ആണ്. 10-22 കിലോമീറ്റർ മൈലേജ് കിട്ടും. അടുത്തൊരു ബ്രീസ. കാരണം മാരുതിയുടെ വാഹനങ്ങൾ ഡീസൽ നിർത്തി അല്ലേ? ഡീസൽ നിർത്തി. ഡീസൽ വാഹനങ്ങൾ അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ബ്രീസ, ഗ്രൗണ്ട് ക്ലിയറൻസ്, അതേമാതിരി ഫുൾ ഓപ്ഷൻ അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേമാതിരി ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. എത്ര മോഡൽ? 2017-18 മോഡൽ ZD ആണ്. 2017 തൊട്ട് താഴെ 2017-18 രജിസ്ട്രേഷൻ വരുന്ന ZD ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അലോയ്, ടയേഴ്സ് ഒന്നും നോക്കേണ്ട. ഇന്ത്യയിൽ ഫോർമാറ്റ്, സീറ്റ് എല്ലാം പക്ക കണ്ടീഷനാണ്. എയർ ബാഗ് വരുന്നുണ്ട്, 2 എയർ ബാഗ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷനിൽ ബാക്ക് വൈപ്പർ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. നിങ്ങൾക്കുള്ള റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല വാഹനം. ടയേഴ്സും ഉണ്ട്, ഒന്നും നോക്കണ്ട. ഡീസൽ അടിക്കുക, ഓടുക. അതും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ZD 2017-18 രജിസ്ട്രേഷൻ അല്ലേ? 2017-18 രജിസ്ട്രേഷൻ. എത്ര കിലോമീറ്റർ ഓടിക്കും? 1,05,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. 1,05,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് പറയും. ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആണ്. 5,95,000 ഫുൾ ലോണിൽ കൊടുക്കാം. 5,95,000 രൂപയ്ക്ക് 2017-18 രജിസ്ട്രേഷൻ വരുന്ന കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1,05,000 കിലോമീറ്റർ ഡീസൽ വാഹനം, 22 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടും. നമുക്ക് ഫുൾ ലോണിൽ 5,95,000 നിങ്ങൾക്ക് ഫുൾ ലോണിൽ കൊണ്ടുപോകാം. പ്രൊഫൈൽ, ആധാരം, പാനും മാത്രം മൂപ്പിക്ക് അയച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഫുൾ ലോണിൽ ഈ വാഹനം ഇവിടുന്ന് കൊണ്ടുപോകാം. അടുത്തൊരു നിസാന്റെ മൈക്രാണ്. എത്ര മോഡൽ? മൈക്ര നമ്മൾ അപ്പോഴേ കാണിച്ച സെയിം വേരിയന്റ് തന്നെയാണ്. 2017 മോഡൽ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് CVT ഓട്ടോമാറ്റിക്. 2017 മോഡൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. സെയിം അലോയ്, അതെല്ലാം ടയേഴ്സും എല്ലാം ഉണ്ട്. സെയിം ഇതാണ്. നിങ്ങൾക്ക് വണ്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്.
അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വാഹനമാണ് നിങ്ങൾ. നിസാന്റെ മൈക്ര ഫുൾ ഓപ്ഷൻ വാഹനം, അലൈവീല്. എയർ ബാഗ് വരുന്നില്ലത്? ഏറ്റവും ടോപ്പിന്റെ മോഡൽ എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഓട്ടോമാറ്റിക് അന്വേഷിക്കുന്നവർക്ക് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വാഹനമാണ്. എത്ര പ്രൈസ്? ഇത് ഞങ്ങൾക്ക് വലിയൊരു ഓഫറാണ്. ഇത് നമുക്ക് 3,25,000 രൂപയ്ക്ക് ഫുൾ ഓണിൽ കൊടുക്കാം. എത്ര മോഡൽ പറഞ്ഞു? 2017 മോഡലാണ്, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണറാണ്. 2017 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന നിസാന്റെ ഓട്ടോമാറ്റിക്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് പറഞ്ഞു ഒരു 3,25,000 രൂപ. 3,25,000 ഫുൾ ലോൺ നമുക്ക് കൊടുക്കാം അല്ലേ? ഫുൾ ലോണിൽ നമുക്ക് നിസാന്റെ വാഹനം സ്വന്തം കേട്ടോ. ഷെവർലെറ്റിന്റെ ഒപ്ട്ര എത്ര മോഡൽ? 2008 മോഡൽ, 28 വരെ പേപ്പർ. 2008 വരെ പേപ്പർ. ഇൻഷുറൻസ് എല്ലാം പക്കാണ്? ഇൻഷുറൻസ് നമ്മൾ പുതിയ ഡീസൽ പെട്രോളാ? ഡീസൽ വാഹനമാണ്. ഒപ്ട്ര നല്ല മൈലുള്ള വാഹനമാണ്. പിന്നെ ആസ്കിംഗ് പ്രൈസ് എത്ര കേട്ടാ? നമുക്കൊരു 70,000 രൂപ കൊടുക്കാം. 70,000 രൂപയ്ക്ക് 2008 28 വരെ പേപ്പറുള്ള വാഹനം, കേരളീയ വാഹനമാണ്. കംപ്ലൈൻസ് അധികം ഉണ്ടാവും? ഇതിന്റെ നല്ല പെർഫെക്റ്റ്, നല്ല പെർഫെക്റ്റ്, ധൈര്യത്തോടെ കൊണ്ടുപോകാം. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. എല്ലാ ഫംഗ്ഷൻസും എല്ലാം വർക്കിംഗ് ആണ്. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അതേമാതിരി 2008 28 ഒരു പേപ്പർ ഉണ്ട്. 1.9 ഇഞ്ചിനാണ്. 1900 cc വരുന്ന വാഹനമാണ്. നല്ല പവറുള്ള വാഹനമാണ്. കംപ്ലൈൻസ് ഒന്നും തന്നെ ഇല്ല. എല്ലാം ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാം. വെറും 70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം കിട്ടില്ല എന്നുള്ളതാണ് തോന്നുന്നത് അല്ലേ? നിങ്ങൾക്ക് 70,000 രൂപയ്ക്ക് ഈ വാഹനം വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള വാഹനം, അതുപോലെ തന്നെ ഫുൾ ലോൺ, നിങ്ങൾക്ക് 1 രൂപ പേയ്മെന്റ് ഇല്ലാത്ത വാഹനങ്ങളും അതേം ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം സിംഗിൾ ഓണറും നല്ല നീറ്റ് ആയിട്ടുള്ള വാഹനങ്ങളും ചെറിയ കിലോമീറ്റർ ഓടിയ നല്ല വാഹനങ്ങൾ വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും. എല്ലാം നല്ല വാഹനം. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്, ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും വണ്ടിയെ കുറിച്ച് അറിയാൻ കുഴപ്പമില്ല. ഇല്ല, വണ്ടിയെ കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു മെസ്സേജ്, കാരണം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഞാൻ ഒരു മെസ്സേജ് പറയുന്നത്. വണ്ടിയെ കുറിച്ച് അറിയാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ വണ്ടിയെ കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് നമ്മൾ മെയിൻ റോഡാണ്. കാരണം മന്ദത്താവ് റോഡ് നല്ല റോഡാണ്. നിങ്ങൾ പോട്ടി നോക്കുക, ഫ്രണ്ടെല്ലാം തുറക്കുക, എഞ്ചിൻ വാങ്ങുക, എല്ലാം നോക്കി വിശ്വാസത്തോടെ വണ്ടി നിങ്ങൾക്കൊരു തൃപ്തി വേണം. കാരണം നിങ്ങൾ ആദ്യമായിട്ട് ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് മെയിനായി പറയുന്നത് വണ്ടി ഇഷ്ടപ്പെട്ട് മനസ്സ് തൃപ്തിപ്പെട്ടതിന് ശേഷം വണ്ടി എടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ഒന്ന് പറയാം, സബ്സ്ക്രൈബർക്ക് അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ ബൈ, സീ യു.